ഹലോ, നമ്മൾ ഇന്ന് സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ റിവിഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ റിവിഷൻ കണ്ടിന്യൂ ചെയ്യണോ അതോ ഫോക്കസ് ഏരിയ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ഏരിയക്കകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്, അതിന്റെ ഗുണങ്ങളും അതുപോലെ അതിന്റെ ദോഷങ്ങളും അതിന്റെ സവിശേഷതയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനകത്ത് വരുന്നത്. അതുപോലെ പാർട്ണർഷിപ്പിനകത്ത് പാർട്ണർഷിപ്പും അതിന്റെ ഫീച്ചേഴ്സും പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ്, അത്രയും കാര്യം പാർട്ണർഷിപ്പിനകത്ത് വരുന്നുണ്ട്. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സവിശേഷതകളും, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ സവിശേഷതകളും, അതോടൊപ്പം തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി. ഇത്രയും കാര്യങ്ങൾ എന്തുള്ളൂ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? Sole proprietorship is one of the popular form of business organization. Here, sole proprietorship refers to the form of business organization which is owned, managed and controlled by an individual who is a recipient of full profit and a bearer of risk. എന്ന് വെച്ചാൽ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് എന്ത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി മാത്രമായിരിക്കും അതിന്റെ ഉടമസ്ഥ. അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നു, അത് മാനേജ് ചെയ്യുന്നതൊക്കെ ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ആ വ്യക്തി അയാൾക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടോ അത്രത്തോളം എന്ത് ചെയ്യാം, അതിന്റെ ഉടമസ്ഥാവകാശം ആര് തന്നെയായിരിക്കും, ആ വ്യക്തി മാത്രമായിരിക്കും. അതോടൊപ്പം എന്ത് ചെയ്യണം, എത്ര റിസ്ക് ഉണ്ടോ അതും കൂടെ എന്ത് ചെയ്യണം, അയാള് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ദ ഓണർ ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ് സോൾ പ്രൊപ്രൈറ്റർ. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഓണർ ആരാണോ, ഉടമസ്ഥൻ ആരാണോ, അയാളെ പറയുന്ന പേരാണ് എന്ത് സോൾ പ്രൊപ്രൈറ്റർ. അല്ലെങ്കിൽ അയാൾ എന്ത് പറയാം, ഓൺലി ഓണർ ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് സോൾ പ്രൊപ്രൈറ്റർ. അതായത് ഒരു ബിസിനസിന്റെ ഒറ്റ ഓണറാണ്, അയാളെയാണ് എന്ത് പറയുന്നത്, ഒരു ഓണറേ ഉള്ളൂ, അയാളെ എന്ത് പറയും, സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താ, സോൾ എന്ന് വെച്ചാൽ ഓൺലി ആണ്, പ്രൊപ്രൈറ്റർ എന്ന് വെച്ചാൽ എന്താ, ഓണർ. അതുകൊണ്ടാണ് ഓൺലി ഓണർ ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്തുള്ളൂ, അതിന്റെ മീനിങ് കാര്യങ്ങൾ പറയാനുള്ളൂ. ഇപ്പൊ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ റെഫേഴ്സ് ടു എന്ന് പറഞ്ഞ കാര്യങ്ങളില്ലേ, അതായത് മീനിങ് ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ എഴുതുക മീനിങ് ആൻഡ് ഡേറ്റ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മീൻസ് എന്ന് പറഞ്ഞിട്ട് ആ പോയിന്റ് തന്നെ എഴുതി വെച്ചാൽ മതി. ഇപ്പൊ പിന്നെ അതിനകത്തൊരു കാര്യം, അപ്പൊ ആ മീനിങ് കിട്ടുന്നില്ലെങ്കിൽ വേറൊരു മീനിങ് കൂടെ ഉണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഇസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഈസ് കോൾഡ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അങ്ങനെയും പറയാം കേട്ടോ. എന്താണ് ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ആരാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, ഒരു വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്നതാണെങ്കിൽ, ഓൺ ചെയ്യുന്നതും ഉടമസ്ഥാവകാശവും അതുപോലെ തന്നെ അത് നടത്തിക്കൊണ്ട് ഒരു വ്യക്തിയിലാണ് അടങ്ങിയിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകും. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സവിശേഷത. ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചാലും നേച്ചർ എന്ന് ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാലും എന്താണ് എഴുതേണ്ടത്, ഈ പോയിന്റ് ആയിട്ട്. ഇതെല്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് തന്നെയാണ്, സവിശേഷതകൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മള് ഫീച്ചേഴ്സിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. എന്താണ് അതിന്റെ ആരംഭവും അവസാനവും എങ്ങനെയാ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തുടക്കം അല്ലെ. എന്താണ്, there is a easy procedure for start a sole proprietorship kind of firm. In some cases license are required. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, വളരെ ഈസിയാണ്. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും, there is no legal formalities to start സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അവിടെ എന്തില്ല, ഒരു ലീഗൽ ഫോർമാലിറ്റി. ചില കേസിൽ മാത്രം എന്ത് വേണം, ലൈസൻസ് റിക്വയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നോർമലി എന്റെ കേസ് അധികം ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. അപ്പൊ എന്തായിരിക്കും, formation and closure very easy when according to the desire of sole proprietor. Sole proprietor അല്ലെങ്കിൽ ഓണറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, അവസാനിക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, ഫോർമേഷൻ ആൻഡ് ക്ലോഷർ എന്ന പോയിന്റിനകത്ത് പഠിക്കേണ്ടതുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ്. ലാബിലിറ്റി ഇൻ കേസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ലാബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എന്ന് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്,
The unlimited liability implies that the owner is personally responsible for paying all debts in case their assets are not sufficient to meet all debts. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ പേഴ്സണൽ റെസ്പോൺസിബിൾ ആണ്. അതായത് അയാളുടെ അസറ്റ് കൊണ്ടൊന്നും ആ ബിസിനസ്സിലെ അസറ്റ് കൊണ്ടൊന്നും മതിയാകുന്നില്ലാത്ത എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അയാൾക്ക് സ്വന്തം പ്രോപ്പർട്ടി വിറ്റ് എന്ത് ചെയ്യണം? ആ കടം തീർക്കാൻ അയാള് ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? അൺലിമിറ്റഡ് ലാബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോൾ റിസ്ക് ബിയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയൻ. എന്തായിരിക്കും? ആദ്യം തന്നെ പഠിച്ച പോയിന്റ് തന്നെയാണ് അവിടെ കേട്ടോ. എന്താണ്? Sole proprietor can receive full benefit from the business because he need not share any benefit to others. എന്ത് ചെയ്യണ്ട? വേറൊരാൾക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം എന്താണ്? അയാളാണ് അവിടുത്തെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് അല്ലേ? അപ്പം അവിടെ എന്തുണ്ട്? ആ സമയം പ്രോഫിറ്റ് എടുക്കുന്ന കൂടെ എന്തും കൂടെ എടുക്കണം? റിസ്ക് ടേക്കിംഗ് കൂടെ ചെയ്യണം അല്ലേ? അപ്പൊ എന്തും കൂടെയാണ്? പ്രോഫിറ്റ് ഈസ് എ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ്. He get profits as reward for risk taking. റിസ്ക് ടേക്കിങ്ങിന് റിസ്ക് എടുക്കുന്നതിന് അയാൾക്ക് കിട്ടുന്ന റിവാർഡ് ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ആ പോയിന്റിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. കൺട്രോൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇൻ സോൾ പ്രൊപ്പറേഷൻ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സോൾ ട്രേഡർ ഈസ് ഓൺലി ഓണർ ഓഫ് ബിസിനസ്. He does not get any interference from others for carry out his plans. എന്ത് കിട്ടില്ല? വേറൊരാൾ എന്ത് ചെയ്യല? ഇയാളുടെ പ്ലാൻസ് കയറി ഇടപെടാൻ സാധ്യത. കാരണം എന്താണ്? ഓൺലി ഓണർ ഓഫ് ബിസിനസ് ആണ് അല്ലെ? ബിസിനസിന്റെ ഏക ഉടമസ്ഥാവകാശിയാണ് ഈ സോൾ ട്രേഡർ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അവിടെ എന്ത് ചെയ്യല? വേറൊരാൾ വന്ന് ഇയാളുടെ പ്ലാൻസ് ഇങ്ങനെ മാറ്റണം, ഇങ്ങനെ മാറ്റണ്ട, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യേണ്ടെന്നൊന്നും ആരും പറയല. അവിടെ വേറൊരു വ്യക്തിയുടെ ഇടപെടലുകൾ നടക്കില്ല. അതാണ് കൺട്രോൾ എന്ന പോയിന്റിൽ പറയുന്നത്. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നതാണ് അടുത്ത പോയിന്റ് തന്നെ. ഇൻ ദ ഐസ് ഓഫ് ലോ there is no distinction between business and ഓണർ. ലോയുടെ അതായത് നിയമത്തിന്റെ കണ്ണുകളിൽ എന്ന് പറയുന്നത് ബിസിനസ്സും അതോടൊപ്പം തന്നെ എന്താണ്? ഓണറും രണ്ട് വ്യക്തികളല്ല, ഒന്നായിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. there is no identity for business without its owner. ഓണർ ഇല്ലാതെ എന്ത് ചെയ്യില്ല? ഇയാൾ ബിസിനസ്സിനെ വേർതിരിച്ച് ഓണറെ വേർതിരിച്ച് ബിസിനസ്സിന് സെപ്പറേറ്റ് ബിസിനസ് എന്ന് പറയുവാണെങ്കിലും ആ ബിസിനസ്സിനൊരു നിലനിൽപ്പില്ല. എന്റെ ആ വ്യക്തിയും ബിസിനസ്സും കൂടി ചേർന്നാൽ മാത്രമേ എന്താവുള്ളൂ? അത് ഒരു വ്യക്തിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് രണ്ടായിട്ടല്ല. ബിസിനസ്സിന് അയാളില്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ബിസിനസ്സിന് സെപ്പറേറ്റ് ആ പേര് തന്നെ നിലനിൽക്കാനൊന്നും സാധിക്കില്ല. ആ കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? നോ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന പോയിന്റിനകത്ത് വരുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാൽ lack of business continuity. In the case of sole proprietorship, if sole trader affected by death, insanity, imprisonment, physical ailment will directly affect the business, it will lead to shut down the business അല്ലെങ്കിൽ closure of business. എന്താണ്? ഇപ്പം ഒരു വ്യക്തിക്ക് മരണോ അല്ലെ? ഓൺലി ഓണർ ആണെന്ന് പറഞ്ഞല്ലേ? അപ്പൊ എന്ത്? ഒന്നെങ്കിൽ അയാൾ മരിച്ചു പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫിസിക്കൽ എയിൽമെന്റ് പറഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വിടാം, ജയിൽവാസം അനുഭവിക്കാം. അല്ലോ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയോ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? അയാൾക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങള് മറികടക്കാൻ എന്ത് ചെയ്യുക? ആ സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ബിസിനസ് അവസാനിപ്പിക്കാനുള്ള കാരണമായി മാറാം. ഇത്രയും കാര്യങ്ങളാണ് ബിസിനസിന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന പോയിന്റിൽ പറയാനുള്ളത്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഫോർമേഷൻ ക്ലോഷറും വളരെ ഈസിയാണ്. അവിടെ എന്തില്ല? ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ചില കേസിൽ മാത്രമേ എന്തുള്ളൂ? ലൈസൻസ് എടുക്കേണ്ടതായിട്ട് ഉള്ളൂ. അടുത്ത് പറയുന്നത് ഏതായിരുന്നു? ലാബിലിറ്റി. ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. അതായത് ഇയാൾ ബിസിനസ് അസറ്റ് ഡെപ്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി അയാളുടെ അസറ്റ് മൊത്തം അത് അസറ്റ് ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ പേഴ്സണലി റെസ്പോൺസിബിൾ ആണ്. അത് അടച്ചു തീർക്കാനുള്ള ബാധ്യത അയാൾക്ക് ഉണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ഏതാണ്? ഇത് പഠിച്ചു. സോൾ റിസ്ക് ബിയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയൻ. അയാൾ തന്നെ എന്ത് ചെയ്യും? ഓൺലി ഓണർ ആയതുകൊണ്ട് തന്നെ ഒറ്റ വ്യക്തി ആയതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം?
പ്രോഫിറ്റ് എടുക്കാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിസ്കിൽ നിന്ന് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റിസ്ക്കും എന്ത് ചെയ്യണം? അയാൾ ഏറ്റെടുക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്? അയാൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇയാൾ ഉണ്ടാക്കുന്ന പ്ലാൻസിലൊന്നും ആരും കയറി ഇടപെടില്ല. ഇനി അടുത്തത് പറയുന്നത് ഏതാണ്? നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. നിയമത്തിന്റെ കണ്ണുകളിൽ ബിസിനസ്സും ഓണറും രണ്ടല്ല, ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു വേർതിരിവ് നിയമത്തിന്റെ കണ്ണുകളിൽ കാണുന്നില്ല. അപ്പൊ അവർ ഒരു വ്യക്തിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓണറിന് വ്യതിചലിച്ച് ബിസിനസ് മാത്രം പറഞ്ഞാൽ അതിനെന്തില്ല? ഐഡന്റിറ്റി ഒന്നും ഇല്ല. ഇനി അടുത്ത് പറഞ്ഞ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി ആണ്. അതായത് ഓൺലി ഓണർ ആണെന്ന് പറഞ്ഞല്ലേ, ബിസിനസ്സിന് ഒറ്റ ഓണർ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞപ്പം അവിടെ എന്തുണ്ട്? ഇയാൾക്ക് മരണവും സംഭവിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിലോ എന്തെങ്കിലും രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥകൾ എന്ത് ചെയ്യാം? ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അപ്പൊ അതാണ് എന്ത്? ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന പോയിന്റിനകത്ത് പറയുന്നത്. എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് നമ്മൾ സ്റ്റേഷനറി കടകളൊക്കെ കാണുന്നില്ലേ? അതൊക്കെ എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ ഉദാഹരണമായിട്ട് വരും. ഇത്തരം കാര്യങ്ങൾ എന്തുള്ളൂ? അതിന്റെ ഫീച്ചേഴ്സിനകത്ത് വരുന്നു. നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് മെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. മെറിറ്റ്സ്, അഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞ എന്താണ്? ഗുണങ്ങൾ എന്നാണ് അർത്ഥം അല്ലെ? അതായത് എന്തൊക്കെ ഗുണങ്ങളാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടാകുന്നത്. അപ്പൊ മെറിറ്റ്സ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നൊക്കെ ചോദിച്ചാല് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പോയിന്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈസി ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. എന്താണ് ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ? ആ പോയിന്റിനകത്ത് എന്താ പറയുന്നത്? നമ്മൾ ഫോർമേഷൻ ആൻഡ് ക്ലോഷർ എന്ന് പറഞ്ഞ പോയിന്റ് പഠിച്ചല്ലോ ഓൾറെഡി ഫീച്ചേഴ്സിനകത്ത്. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണോ അത് തന്നെ ഇതിന്റെ അടിയിൽ എഴുതിയാൽ മതി. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട? വേറൊരു എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. എന്തായിരുന്നു അത്? there is no legal formalities for starting a sole proprietorship form of business organization. In some cases license is required. It is easy to start or close as the desire of sole trader. എന്ത് ചെയ്യാം? സോൾ ട്രേഡറുടെ ഇഷ്ടത്തിനനുസരിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ എന്ന പോയിന്റിൽ എഴുതിയാൽ മതി. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സോൾ ട്രേഡർ is the only owner of business. He can carry out plans without any interference of others. Therefore, he can make better decision at a quick time. അല്ലെങ്കിൽ ഇത് ഫാസ്റ്റ് ടൈം എഴുതിയാൽ മതി. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ വേറൊരാളുടെ ഓൺലി ഓണർ ആണ്, വേറെ ഉടമസ്ഥനൊന്നും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? അയാളുടെ പ്ലാൻസ് ചെയ്യുന്നതിൽ, അയാളുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന വേറൊരാളുടെ ഇടപെടൽ ഉണ്ടാകില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? അയാൾക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. അത്രേ ഉള്ളൂ ആ പോയിന്റിനകത്ത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് ആ പോയിന്റ് ഓർത്തിരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സീക്രസി എന്നാക്കിയിട്ട് അത് പഠിച്ചാൽ മതി. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്ന പോയിന്റ് ഓർക്കുന്നില്ലെങ്കിൽ എന്താക്കിയാൽ മതി? അത് സീക്രസി എന്ന പോയിന്റിലേക്ക് മാറ്റുക. എന്തായിരിക്കും? രഹസ്യ സ്വഭാവം, രഹസ്യം സൂക്ഷിച്ചു വെക്കാനാണ് ഇതിനകത്ത് വരുന്നത് അല്ലെ? അപ്പൊ എന്തായിരിക്കും? There is no need to share his secret to other in the sole proprietorship form of business organization. So he can maintain secrets at the maximum extent. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ വേറൊരാളായിട്ട് എന്ത് ചെയ്യേണ്ട? ഒരു സീക്രട്ട് ഷെയർ ചെയ്യേണ്ട ഒരു സീക്രട്ട് എന്നല്ല, ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് എന്താണ്? അയാൾക്ക് എത്രത്തോളം സീക്രട്ട്, അത്രയും കാലം വരെ സീക്രട്ട് സൂക്ഷിച്ചു വെക്കാനുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും. അപ്പൊ അതാണ് എന്ത്? കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സീക്രസി എന്ന പോയിന്റിന്റെ അടിയിൽ എഴുതേണ്ട കാര്യം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻസെന്റീവ്. ഡയറക്റ്റ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. there is a direct relationship between ഇൻസെന്റീവ് ആൻഡ് ഹിസ് എഫേർട്ട്. എഫേർട്ടും അതുപോലെ ഇൻസെന്റീവും തമ്മിൽ എന്തുണ്ട്? ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് ഇയാൾക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എന്ത് ചെയ്യും? കൂടും അല്ലെ? അതായത് നന്നായിട്ട് നമ്മൾ ഒപ്റ്റിമം ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് എന്ത് ചെയ്യും? നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്ന പോലെ തന്നെ ബിസിനസിനെ സംബന്ധിച്ച് എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അയാൾ തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അയാളുടെ ബിസിനസിനെ
റിട്ടേൺ ഒക്കെ ഇൻക്രീസ് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ഒക്കെ കൂടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിനനുസരിച്ച് റിട്ടേൺ കിട്ടും. അതെന്ത് പറയാം, റിട്ടേൺ വിൽ ബി ഗെറ്റ് ബാക്ക് അക്കോർഡിംഗ് ടു ഹിസ് എഫേർട്ട് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹിസ് ഹാർഡ് വർക്ക്. അയാളുടെ ഹാർഡ് വർക്കിനനുസരിച്ച് എന്ത് കിട്ടും, റിട്ടേൺ അയാൾക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് there is a sense of accomplishment and there is a personal satisfaction for working for himself അല്ലെങ്കിൽ working for oneself. എന്താണ്, അയാൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നതല്ലേ, അയാളുടെ ലക്ഷ്യത്തിന് വേണ്ടി അയാൾ തന്നെ പ്രവർത്തിക്കുന്ന കാര്യമാകുമ്പോൾ അയാൾക്ക് എന്താണ്, സ്വയം ഒരു തൃപ്തി തോന്നും അല്ലെ. അതാണ് എന്ത് ചെയ്യുന്നത്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് എന്ന പോയിന്റിനകത്ത് വരുന്നത്. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, he feel personal satisfaction while working. വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്ത് കിട്ടും, ഒരു സമ്പൂർണ്ണ തൃപ്തി കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് എന്ന പോയിന്റിനകത്ത് പഠിക്കുന്നത്. മെറിറ്റ്സ് ഏതൊക്കെയായിരുന്നു, ആദ്യത്തെ ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, then quick decision making, confidentiality of information. ആ പോയിന്റ് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, സീക്രസി എന്ന പോയിന്റ് ഉൾപ്പെടുത്തിയാൽ മതി. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, then ഡയറക്റ്റ് ഇൻസെന്റീവ്. ഇത്രയും കാര്യങ്ങളെ മെറിറ്റ്സിനകത്ത് പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ അടുത്ത നോക്കാൻ വേണ്ടി പോകുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഡിമെറിറ്റ്സ് ആണ്. അതായത് എന്തൊക്കെ ദോഷങ്ങളാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവുക, എന്തൊക്കെ ദോഷങ്ങളാണെന്ന് ഉള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഡിമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതുപോലെ ഡിസഡ്വാൻറ്റേജ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നൊക്കെ ചോദിച്ചാൽ ഇനി പറയാൻ പോകുന്ന പോയിന്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. ഈ 4 പോയിന്റ് മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാ പോയിന്റ്, ലിമിറ്റഡ് റിസോഴ്സസ്, ലിമിറ്റഡ് മാനേജബിലിറ്റി, ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് കൺസേൺ, അൺലിമിറ്റഡ് ലാബിലിറ്റി. ഈ ലിമിറ്റഡ് എന്നുള്ള കാര്യങ്ങൾ ആദ്യം, പിന്നെ ലാസ്റ്റത്തെ അൺലിമിറ്റഡ് ആണെന്ന് ഓർത്താൻ വേണ്ടി മാത്രം മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടെ ഈസി ആയി. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ദ റിസോഴ്സസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആർ ലിമിറ്റഡ് ടു ഹിസ് ഓർ ഹെർ സേവിങ്സ് ഓർ ബോറോയിങ്സ് ഫ്രോം അതേഴ്സ്. അതായത് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അയാളുടെ സേവിങ്സ് വെച്ച് അല്ലെങ്കിൽ അടുത്ത അറിയുന്ന ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യും, അവരുടെ അടുത്ത് മേടിക്കുന്ന എമൗണ്ട് കൊണ്ടായിരിക്കും അയാള് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. The banks or the financial institutions are hesitated to give long-term loans to sole proprietorship form of business organization. എന്തില്ല, ബാങ്ക്സിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ എന്താണ്, ഇത് ലോൺസ് തരാൻ, ലോങ് ടേം ലോൺസ് തരാനുള്ള ഒരു മടി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സോൾ സ്കെയിലിന്റെ വികസനം വളരെ കുറവായിരിക്കും. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ് വരുന്നത്. എന്താണ്, അയാളുടെ സേവിങ്സോ അയാൾക്ക് അറിയുന്ന ആളുടെ നിന്ന് എമൗണ്ട് മേടിച്ചോ ആയിരിക്കും അയാളുടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. ലോങ് ടേം ലോണ് ബാങ്കിനോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അതാണ് ആദ്യത്തെ ദോഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് കൺസേൺ. ലിമിറ്റഡ് ലൈഫ് ഓഫ് ബിസിനസ് കൺസേൺ എന്നുള്ളതും ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. നമ്മൾ അത് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് രണ്ടാമത് എന്ത് ചെയ്യേണ്ട, എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടതില്ല. എന്തായിരുന്നു അത്, the sole proprietor is the only owner of business in the death, if he is affected by death, insanity, imprisonment, physical ailment, bankruptcy will directly affect the business. It will lead to closure of business. എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം, ഒരു വ്യക്തി അല്ലെ അയാൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അതിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, മരണം സംഭവിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും അസുഖങ്ങൾ വരാം, അല്ലെങ്കിലോ ഇൻസാനിറ്റി, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ മാനസിക വൈകാരികളോ ഒക്കെ സംഭവിക്കാം. അതുപോലെ പാപ്പരാഗം, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കാം, അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും, ബിസിനസ് അവസാനിപ്പിക്കാൻ വേണ്ടി കാരണമായി മാറുകയും ചെയ്യും. പിന്നെ അടുത്ത പോയിന്റ് ആണ് ലിമിറ്റഡ് മാനേജബിലിറ്റി. The manageability of sole proprietorship is limited to the limited. എന്താണ് അവിടെ മാനേജബിലിറ്റി ലിമിറ്റഡ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോകുമ്പോൾ മാനേജബിലിറ്റി ലിമിറ്റഡ് ആണ്. They are not specialized in different kinds of skill like purchasing, selling, financing, etc. This will lead to mismanagement. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. എന്താണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ, മാനേജബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മാനേജബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണ്.
അതുപോലെ തന്നെ ഡിഫറെന്റ് മാനേജർ സ്കില്ല് അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യുക. ഏതൊക്കെ മാനേജർ സ്കിൽസ് വരുന്നത്? പർച്ചേസിങ്, സെല്ലിംഗ്, ഫിനാൻസിങ് ഒക്കെ പോലുള്ള മാനേജർ എബിലിറ്റി എന്തായിരിക്കും? ഇവർക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ഇത് മിസ് മാനേജ്മെന്റിന് കാരണമായി. ഇറ്റ് വിൽ ലീഡ് ടു മിസ് മാനേജ്മെന്റ്. ഇതാണ് ലിമിറ്റഡ് മാനേജർ എബിലിറ്റി എന്ന പോയിന്റിനകത്ത് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി അടുത്ത പോയിന്റ്, ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റി. അൺലിമിറ്റഡ് ലാബിലിറ്റി എന്നുള്ള പോയിന്റ് നമ്മൾ എന്ത് പഠിച്ചു? ലാബിലിറ്റി എന്ന ഫീച്ചറിൽ പഠിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട? അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ടതില്ല. എന്ത് ചെയ്താൽ മതി? അത് ഓർത്തിട്ട് ഇവിടെ എഴുതാൻ വേണ്ടി മതി. അതെന്തായിരുന്നു? ലാബിലിറ്റി ഓഫ് sole proprietorship is unlimited. There are unlimited liability in sole proprietorship. Unlimited liability implies that the owner is personally responsible for paying debts in case of assets are not sufficient to meet his debts. എന്ത് ചെയ്യണം? കമ്പനിയുടെ ഡെപ്റ്റ്, കമ്പനിയുടെ കടബാധ്യതകൾ തീർക്കാൻ അയാളുടെ അസറ്റ് മതിയാകാതെ വന്നെങ്കിൽ എന്ത് ചെയ്യും? അയാൾ പേഴ്സണലി അത് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന പോയിന്റിനകത്ത് വരുന്നത്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഫീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഓരോ ഫീച്ചേഴ്സ് നന്നായി പഠിക്കാം. ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ മെറിറ്റ്സും അവരുടെ ഡിമെറിറ്റ്സും ഒക്കെ എന്ത് ചെയ്യാം? എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ എല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.